കേക്കാവോടാ? ഹലോ. കേക്കുന്നുണ്ടോ? ആ പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് വർമ്മ സാറേ. പണി പോയി. ആരോടും പറയണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അതത്രേ ഉള്ളല്ലേലും. പിന്നെ അങ്ങനെ പോയി. പേപ്പറൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ. ഓക്കെ. പിന്നെ ഞാനീ പറയുന്നത് ഇപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. എന്താണ് റിപ്ലൈ എന്ന് അറിയാനായിട്ട്. അത്രേ ഉള്ളൂ. ശരി, ഞാൻ വിളിക്കാം. കുറേ നാളായിട്ട് നമ്മൾ എന്തായാലും ഒരു വ്ളോഗ് ചെയ്യണം എന്നാലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അബുദാബിയിലെ പണി അങ്ങ് പോയി കിട്ടിയത്. ആ ഗ്യാപ്പിൽ നമ്മൾ ആദ്യത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ നമ്മുടെ ചാനലിൽ ഓൾറെഡി 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതാണ് ആദ്യം എടുത്ത വ്ളോഗ്. നമ്മൾ ഇടുന്നത് കുറച്ച് ലേറ്റായിട്ടാണെന്ന് മാത്രം. ഇപ്പം നമ്മുടെ അലിയിച്ചാരാണ് എന്നെ എയർപോർട്ടിലോട്ട് കൊണ്ടുവിടുന്നു. അബുദാബിയിൽ ജോലിയിലായിരുന്ന എൻ്റെ പണി പെട്ടെന്ന് തന്നെ കാരണങ്ങളില്ലാതെ പെട്ടെന്ന് തന്നെ ജോലി നഷ്ടപ്പെട്ടു. അവിടുന്ന് നേരെ നാട്ടിലേക്ക് പോവാണ്. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് എന്നെ കൂടുതലായിട്ട് അറിയാൻ വഴിയില്ല. നേരത്തെ നമ്മൾ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു വ്ളോഗ്. ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം 3 വ്ളോഗുകൾക്ക് ശേഷമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ നേരെ അബുദാബി എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ടതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം നിങ്ങൾ ആദ്യം കേട്ട വോയിസിൽ എൻ്റെ വൈഫിനെടുക്കുക കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ സില്ലിയായിട്ട് എടുക്കുകയും പിന്നെ അങ്ങനെ തന്നെ പകുതി ഞാൻ മൈൻഡ്ഫുള്ളി ഫ്രീ ആയി. പിന്നെ അങ്ങനെ തന്നെ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അബുദാബിയിൽ നിന്ന് നേരെ കൊച്ചിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ് ടൈം. അപ്പോൾ ഇതിപ്പം നിങ്ങൾ ഈ കാണുന്ന പുതിയ അബുദാബി എയർപോർട്ടാണ്. പഴയ എയർപോർട്ടിനെക്കാട്ടിൽ ഒത്തിരി വലുതാണ് ഈ ഒരു എയർപോർട്ട്. ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പം കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം ഭയങ്കരമായിട്ട് എൻലാർജ് ചെയ്തിരിക്കുകയാണ് എയർപോർട്ട്. എല്ലാ ഫെസിലിറ്റികളും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അളിയൻ പാവം എന്നെ വിടാനായിട്ട് രാവിലെ എണ്ണീച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ബാറ്റും കാര്യങ്ങളും എല്ലാം വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് വരുന്നത്. എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ആ വഴി പുള്ളി നേരെ ഗ്രൗണ്ടിലേക്ക് പോകാനാണ് പ്ലാൻ. എയർപോർട്ട് എത്തി ലഗേജൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ അളിയനൊരു ടാറ്റ കൊടുത്ത് വിടാൻ പോവുകയാണ്. ഓക്കെ ബൈ, ശരി. അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോവാണ്. എങ്ങനെയാണെന്ന് നമ്മളൊരു 3-4 മണിക്കൂർ മുന്നേ ഇവിടെ എത്തിപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ലോഞ്ചിൽ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. എയർപോർട്ട് അത്യാവശ്യം സെറ്റപ്പാണ്. പഴയ എയർപോർട്ടിനെക്കാട്ടിൽ ഒത്തിരി വലുതാണ്. പിന്നെ നമുക്ക് പോകേണ്ട ലൊക്കേഷൻസും കാര്യങ്ങളും എല്ലാം ആരോ മാർക്സ് ചെയ്ത് എല്ലാം കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമായിട്ട് ലോഞ്ചിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പറയാതാണ് പോകുന്നത്. വൈഫിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരോടും പറയാതെ ചെല്ലുവാണ്. അപ്പം ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടുകാരുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്നറിയാം. അത്യാവശ്യം നല്ലൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. വലിയ അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, തിരക്കില്ല. പിന്നെ എല്ലാ ഫെസിലിറ്റി ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നമുക്ക് ലോഞ്ചൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയാണ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. ഈ പറയത്തൊക്കെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പം ഓഫ് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കണം. അതുമല്ല സീസൺ ടൈമിലും അല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിലാണെങ്കിലും വലിയ ആൾക്കാരൊന്നുമില്ല. ഏകദേശം 3 സീറ്റിലൊക്കെ ഒരാൾ വെച്ചൊക്കെ തന്നെ ഉള്ളൂ. ഫ്ലൈറ്റിൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ടായി. ഇനിയിപ്പം എങ്ങനെയാണല്ലോ നമ്മളൊരു 3-3.5 മണിക്കൂർ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ കൊച്ചി എയർപോർട്ടിലേക്ക് ചെന്നിറങ്ങുന്നതാണ്. എല്ലാവരുടെയും റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് മനസ്സിൽ. നമ്മളിപ്പം കൊച്ചിയിലേക്ക് വന്നു. ഇവിടെയും ഈ പറഞ്ഞ പോലെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അബുദാബിയിലെ കേസ് പോലെ തന്നെ ഓഫ് ഡേയ്സ് അല്ലാത്തതുകൊണ്ടായിരിക്കണം
ഇട ദിവസങ്ങളിൽ പൊതുവെ തിരക്ക് കുറവായിരിക്കും. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്ത് ലിപിൻ. അവനാണ് എന്നെ വിളിക്കാനായിട്ട് വന്നത്. അവനും മറ്റൊരു ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള സുജിത്ത്, ഇവർ രണ്ടുപേരും കൂടാണ്. രാവിലെ ഇറങ്ങിയതാണ് ആക്ച്വലി. ഇവർ പല പോസ്റ്റുകൾ കാരണം ഏകദേശം 3 മണി 4 മണിയായി വിളിക്കാനായിട്ട് എയർപോർട്ടിൽ എത്തിയത്. അപ്പോൾ എനിക്കും അകത്ത് ഏകദേശം 1 മണിക്കൂറോളം പോസ്റ്റ് കിട്ടി. പിന്നെ ഞങ്ങളങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് വെളിയിലൊക്കെ ഇറങ്ങി ഒന്ന് ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വരുവാണ്. ഏകദേശം താമസിച്ചു. എന്താണേലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 8 മണിയൊക്കെ ആവും. നമുക്കും ഇരുന്നിരുന്ന് മടുത്തു. അപ്പോൾ ഏകദേശം വീടെടുക്കാറായി തുടങ്ങി. നമുക്ക് 8 മണി 8-8:30 ആയി. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും റിയാക്ഷൻ എന്താണ്, ജോലി പോയതിൻ്റെ ഇവരെന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞ് സെറ്റപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് ഇവരുടെ റിപ്ലൈ എന്താണെന്ന് നമുക്ക് നോക്കാം. ജോലി പോയതിനെ പറ്റിയുള്ള അഭിപ്രായം എന്നാ അഭിപ്രായം? വേണമെങ്കിൽ പോണ പണി വേണമെങ്കിൽ പോയാ ഒന്നുമില്ലാതെ എല്ലാം ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ഇതില്ലാതെ എന്നും ഗൾഫിൽ ജീവിക്കും എല്ലാവരും, ഇല്ലല്ലോ. അതില്ല. ഗൾഫ് വിട്ടൊരു സമയത്ത് ഈ നാട്ടിൽ വരും എല്ലാവരും കുറെ രോഗങ്ങളുമായിട്ട്. വരാതിരിക്കത്തില്ലേ? ഗൾഫിൽ തന്നെ ആരും നിൽക്കത്തില്ല. ജോലി പോയതിനെ പറ്റി എന്താണ്? ഒരു ദൂരം അടുത്ത ജോലി കിട്ടും. അല്ല എന്നെ അഭിപ്രായം പെടാനാ. എന്നെ അടുത്ത ജോലി കിട്ടും. ചോദിച്ചാ ശരിക്കും പറഞ്ഞാൽ ജോലി പോയതിന് ശേഷം ഞാൻ എത്ര കൂളാണോ അതിനെക്കാട്ടിലും എനിക്ക് റെസ്പോൺസ് കിട്ടിയത് നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു. ശരിക്കും ഇവരെന്ത് പറയും എന്നുള്ള ഒരു ടെൻഷനിലാണ് വന്നത്. പക്ഷേ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ജോലി പോകുന്ന പോട്ടെ, ബാക്കി നമുക്ക് അടുത്ത് നോക്കാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം.